ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് മുകളിൽ ഐ ബട്ടണിൽ പ്രസ് ചെയ്യുക, കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമന്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി LGSനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടി പറയാം, കറണ്ട് അഫയേഴ്സ് മാത്രം പഠിച്ചാൽ പോരാ. എന്തൊക്കെ പഠിക്കണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം നന്നായിട്ട്. SCRT മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. മാത്സും SCRT ബേസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അപ്പൊ അതിനായിട്ട് ഒരു കോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സ് എന്ന് പറയുന്നത് SCRT ഫിനിഷിംഗ് പോയിന്റ് എന്നാണ് ഈ കോഴ്സിന്റെ പേര്. അപ്പൊ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പ് എടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ക്ലാസ്സസ് ഉണ്ട്, PDF നോട്ട്സ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാനും ഉണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ദെൻ ക്ലാസ്സിലേക്ക് കടക്കാം. 100% വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? 100% വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? ഹരിയാന. മറക്കരുത്, ഹരിയാനയുടെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 100% വൈദ്യുതീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഹരിയാന. അതുപോലെ തന്നെ റെയിൽവേ ശൃംഖല കംപ്ലീറ്റും വൈദ്യുതീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. സാമൂഹിക പരിഷ്കർത്താവായ ജ്യോതിറാവു ഫൂലെയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ ബാലഗംഗാധര തിലകിന്റെ ആത്മീയ ഗുരുവായ ജ്യോതിറാവു ഫൂലെ അല്ലെ, അദ്ദേഹത്തിന്റെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഏത്? രാജസ്ഥാൻ. മറക്കരുത്, രാജസ്ഥാനാണ് ജ്യോതിറാവു ഫൂലെയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം. ഇന്റർനാഷണൽ വാച്ച് ഡോഗ് ഫ്രീഡം ഹൗസ് പ്രസിദ്ധീകരിച്ച 2023 ഫ്രീഡം ഇൻ ദ വേൾഡ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ടിബറ്റ്, സൗത്ത് സുഡാൻ, സിറിയ എന്നിവയാണ് ഏറ്റവും സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യങ്ങൾ. ഏത് പ്രകാരമാണ്? ഇന്റർനാഷണൽ വാച്ച് ഡോഗ് ഫ്രീഡം ഹൗസ് പ്രസിദ്ധീകരിച്ച 2023 ഫ്രീഡം ഇൻ ദ വേൾഡ് ഇൻഡെക്സ് പ്രകാരമാണ്. ഏതൊക്കെയാണ്? ടിബറ്റ്, സൗത്ത് സുഡാൻ, സിറിയ എന്നിവയാണ് സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യങ്ങള്. ജലാശയങ്ങളുടെ അടിത്തട്ടിലെ ദൃശ്യങ്ങൾ കാണുന്നതിനായുള്ള വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ഏതാണ്? ജലാശയങ്ങളുടെ അടിത്തട്ടാണ് കാണേണ്ടത്. അപ്പൊ അതിന്റെ പേരെന്തായിരിക്കും? ജലനേത്ര എന്നാണ്. ജലാശയങ്ങളുടെ അടിത്തട്ടിലെ ദൃശ്യങ്ങൾ കാണുന്നതിനായുള്ള വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറിന്റെ പേര് ജലനേത്ര എന്നാണ്. മറക്കരുത്. ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ അവകാശ നിയമം പാസാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരോഗ്യ അവകാശ നിയമം പാസാക്കിയത് കേരളമാണ്. കേരളത്തിന് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കുറച്ച് മുന്നിലാണ് അല്ലെ. അപ്പോ ആരോഗ്യ അവകാശ നിയമം പാസാക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ അവാർഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിച്ച ഇന്ത്യൻ വംശജൻ. അപ്പൊ ഇപ്രാവശ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നോബൽ പുരസ്കാരം കിട്ടിയത് ഒരു ഇന്ത്യൻ വംശജനാണ്. ഇന്റർനാഷണൽ അവാർഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് ഈ പുരസ്കാരം അറിയപ്പെടുന്നത്. ആർക്കാണ് കിട്ടിയത്? CR റാവുവിനാണ് കിട്ടിയത്. ആർക്കാണ്? CR റാവുവിനാണ് കിട്ടിയത്. സ്റ്റാറ്റിസ്റ്റിക്സിലെ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ അവാർഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിച്ച ഇന്ത്യൻ വംശജനാണ് CR റാവു. മറക്കരുത്. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM സ്ഥാപിതമായത് എവിടെയാണ്? എറണാകുളത്താണ് സ്ഥാപിതമായത്. ഹെൽത്ത് ATM സ്ഥാപിതമായത് എറണാകുളത്താണ്. ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഫുട്ബോൾ ടീം ഏതാണ്? അർജന്റീന. അർജന്റീനയാണ് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഫുട്ബോൾ ടീം. രണ്ടാം സ്ഥാനത്ത് ആരാണ്? ഫ്രാൻസ് ആണ്. മൂന്നാം സ്ഥാനത്ത് ബ്രസീല്. അപ്പൊ അർജന്റീനയാണ് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമത്തത്. രണ്ടാം സ്ഥാനം ഫ്രാൻസിന്, മൂന്നാം സ്ഥാനം ബ്രസീലിന്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഏതാണ്? കേരളം.
2023 മുതൽ വില സംരക്ഷണ കേന്ദ്രമായി കേന്ദ്ര അംഗീകാരം ലഭിച്ച സർവകലാശാല ഏതാണ്? വിലയല്ല, വിളയാണ്. ഇത് മാറിപ്പോയതാണ്. 2023 മുതൽ വിള സംരക്ഷണ കേന്ദ്രമായിട്ട് കേന്ദ്ര അംഗീകാരം ലഭിച്ച സർവകലാശാലയാണ് ഏത്? കേരള കാർഷിക സർവകലാശാല. ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദ ലെജിയൻ ഓഫ് ഓണർ ലഭിച്ച ഇന്ത്യൻ വനിത ആരാണ്? കിരൺ നാടാർ ആണ്. ആരാണ്? കിരൺ നാടാർ ആരാണ്? ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദ ലെജിയൻ ഓഫ് ഓണർ ലഭിച്ച ഇന്ത്യൻ വനിതയാണ് കിരൺ നാടാർ. ഏഷ്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ നഗരം ഏതാണ്? ഏഷ്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ നഗരമാണ് ഏത്? തൃശ്ശൂര്. ഏഷ്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ നഗരം ഏതാണ്? തൃശ്ശൂരാണ്. ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾക്ക് മാപ്പ് ചെയ്യാനായി ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ച ഉപഗ്രഹമാണ് നിസാർ. അപ്പൊ നിസാർ എന്നത് ഏതൊക്കെയാണ്? ആ പേരിൽ തന്നെ പഠിക്കാൻ പറ്റും. നാസയും ISROയും കൂടി വികസിപ്പിച്ച ഉപഗ്രഹമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വികസിപ്പിച്ച ഉപഗ്രഹമാണ് നിസാർ. ISROയും നാസയും സംയുക്തമായിട്ടാണ് ഇത് വികസിപ്പിച്ചത്. 2023 ഭൗമ സൂചിക പദവി ലഭിച്ച കറുത്ത മുന്തിരി കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ സ്ഥലമാണ് കമ്പം. എന്താണ്? കമ്പം. അപ്പം ഭൗമ സൂചിക പദവി ലഭിച്ച കറുത്ത മുന്തിരി കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ സ്ഥലം എവിടെയാണ്? കമ്പത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സഖ്യമായ നാറ്റോയിലേക്ക് 31ാമത് അംഗരാജ്യമായി 2023 പ്രവേശനം ലഭിച്ച രാജ്യം ഏതാണ്? നാറ്റോയൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കാം. ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സഖ്യമാണ് ഏത്? നാറ്റോ. ഈ നാറ്റോയിലേക്ക് 31ാമത് അംഗരാജ്യമായിട്ട് 2023 പ്രവേശനം ലഭിച്ചത് ഫിൻലാൻഡിനാണ്. ഏതാണ്? ഫിൻലാൻഡിന്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. എവിടെയാണ്? ബംഗളൂരുവില്. 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരം കളിക്കാൻ എത്ര രാജ്യങ്ങൾക്കാണ് ഫിഫ അംഗീകാരം നൽകിയിട്ടുള്ളത്? എത്ര രാജ്യങ്ങൾക്കാണ്? 48 രാജ്യങ്ങൾക്കാണ്. 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരം കളിക്കാൻ എത്ര രാജ്യങ്ങൾക്കാണ് ഫിഫ അംഗീകാരം നൽകിയിട്ടുള്ളത്? 48 രാജ്യങ്ങൾക്കാണ്. കാഴ്ച പരിമിതർക്കുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. ആരാണ്? കാഴ്ച പരിമിതർക്കുള്ള ഒരു വനിതാ ക്രിക്കറ്റ് ടീം ഇന്ത്യക്കുണ്ട്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഹർമൻപ്രീത് കൗർ ആണ്. ഹർമൻപ്രീത് കൗർ. ഹീമോഫീലിയ, അരിവാൾ രോഗം, തലോസീമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് ആശാധാര. അപ്പൊ ഈ പദ്ധതി നന്നായിട്ട് പഠിച്ചു വെക്കുക. ആശാധാര എന്താണ്? ഹീമോഫീലിയ, അരിവാൾ രോഗം, തലോസീമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പിക്കാനുള്ള പദ്ധതിയാണ് ആശാധാര. അടുത്ത ചോദ്യം, കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയ കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ്? കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയ കേരളത്തിലെ പഞ്ചായത്ത് മീനങ്ങാടി പഞ്ചായത്താണ്. കാർബൺ ന്യൂട്രൽ, അതായത് കാർബൺ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര പഞ്ചായത്ത് മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയ കേരളത്തിന്റെ പഞ്ചായത്താണ് മീനങ്ങാടി. കേരളത്തിൽ നടന്ന ഏത് ചരിത്ര സംഭവത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് 2023 ഏപ്രിൽ തുടക്കം കുറിച്ചത്? വൈക്കം സത്യാഗ്രഹം. കേരളത്തിൽ നടന്ന ഏത് ചരിത്ര സംഭവത്തിന്റെ ശതാബ്ദി എന്ന് വെച്ചാൽ എത്രയാണ്? 100 വർഷം അല്ലെ? 100 വർഷത്തിന്റെ ആഘോഷങ്ങൾക്കാണ് 2023 ഏപ്രിലിൽ തുടക്കം കുറിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന്റെ. 21 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ SCERT പഠിച്ചതിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് SCERT മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.